കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പേ വരെ ലീഗിനെ വിമർശിക്കുന്നേ ഇല്ല, ഒരു തലോടലും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോ ഈ SDPI ജമാഅത്തെ ഇസ്ലാമിന് ലീഗിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് വിമർശനം ഉണ്ടായത്. അപ്പോൾ ഒരു നയത്തിലൊരു മാറ്റം വന്ന് പുതിയ അല്ല, അതിൽ വലിയ പുതുമയൊന്നുമില്ല. അത് പിന്നെ അവർ തീരുമാനിച്ചിട്ട് പ്രഖ്യാപിക്കലാണ് കാർഡ് ഏതാണെന്നുള്ളത്. അത് അങ്ങോട്ടും ആവാം ഇങ്ങോട്ടും ആവാം. കാർഡിൻ്റെ കാര്യം അങ്ങനെയാണല്ലോ. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുപക്ഷം ഇല്ല എങ്കിൽ ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ, പ്രത്യേകിച്ച് മൈനോറിറ്റി ആയിട്ടുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ എന്താ പറയുക സ്ഥാനം 2ാം ക്ലാസ് പൗരന്മാരാവും എന്ന് വരെ പരസ്യം കൊടുത്തിരുന്നു. അപ്പോൾ കാർഡൊക്കെ അതാത് കാലത്ത് തരം പോലെ മാറ്റിക്കൊണ്ടിരിക്കും, അതിൽ പുതുമയൊന്നുമില്ല. പക്ഷേ എൻ്റെ പോയിന്റ് അത് ഇടതുപക്ഷത്തിന് നല്ലതല്ല എന്നുള്ളതാണ്. അവർ സ്വന്തം നേട്ടം പുരോഗമന രാഷ്ട്രീയവും പറയുന്നതായിരിക്കും നല്ലത് ഈ കാലഘട്ടത്തിൽ. അല്ലെങ്കിൽ ഇപ്പോൾ ത്രിപുരയിൽ കണ്ടില്ലേ, ബംഗാളിൽ കണ്ടില്ലേ, അതേപോലെയൊക്കെ വർഗീയ പ്രചരണം അധികം വന്നാൽ ആർക്കാണ് നേട്ടം ഉണ്ടാവുക എന്നുള്ളത് അവർ ചിന്തിക്കേണ്ട സമയമായി. ഇടതുപക്ഷം ഇപ്പോൾ പറയുന്നത് ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് സ്ഥാപിക്കാൻ ഈ ഉപതെരഞ്ഞെടുപ്പ് കൊണ്ട് പറ്റിയിട്ടില്ല എന്ന്. കാരണം പാലക്കാടാണെങ്കിലും വലിയൊരു വോട്ട് ഷെയറിൽ അവർക്ക് നഷ്ടം ഉണ്ടായിട്ടില്ല. ചേലക്കരയാണെങ്കിൽ വിജയം നേടാൻ അവർക്കായി, രാഷ്ട്രീയ വിജയമാണെന്നൊക്കെ കോൺഗ്രസ് ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നത്. ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് സ്പഷ്ടമായി തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണിത്. പാലക്കാട് സ്പഷ്ടമാണ്, വയനാട് വളരെ ക്ലിയറാണ്. പക്ഷേ ചേലക്കര വെച്ചിട്ടാണ് അവർ പറയുന്നതെന്നുണ്ടെങ്കിൽ ചേലക്കര അവർക്ക് ഒരുപാട് നഷ്ടമുണ്ടായി. വോട്ട് കണ്ടമാനം കുറഞ്ഞു. കുറേ വോട്ട് UDF പോയി, കുറേ വോട്ട് പല സ്വതന്ത്രന്മാർക്കും പോയി, കുറേ വോട്ട് BJP പോയി. അവിടെയും BJP ഒരുപാട് വോട്ട് പോയി, അവരെ വോട്ട്. അപ്പോൾ വോട്ട് നഷ്ടം കണ്ടമാനമുണ്ട് ചേലക്കരയിൽ. അവർ തന്നെ അത് പരിശോധിക്കുക എന്നുള്ളത് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ലക്ഷണമാണ്. 100 സീറ്റ് UDF ജയിച്ചപ്പോഴും ജയിച്ച മണ്ഡലമാണ് ചേലക്കര. ആ ചേലക്കരയിൽ ഇത്രയും വലിയ വോട്ട് കുറയാന്നുണ്ടെങ്കിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കണം. മുഖ്യമന്ത്രി പറയുന്നത് UDF അവരുടെ സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തി, അതേസമയം ഇടതുപക്ഷത്തിന് മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു എന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി പറയുന്നത്. ഇല്ല, ഇടതുപക്ഷത്തിന് മുന്നേറ്റം ഉണ്ടാക്കാൻ എവിടെയും സാധിച്ചിട്ടില്ല. വയനാട്ടിലെ സ്ഥിതിയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ദയനീയമായ സ്ഥിതിയാണ്. BJPക്ക് പിറകിലാണ് ഒരുപാട് ബൂത്തിൽ, 1ഉം 2ഉം അല്ല. പാലക്കാടും BJPക്ക് ഒരുപാട് പിറകിൽ പോയി. അതുപോലെ ചേലക്കരയിൽ 40,000-ഓളം ഭൂരിപക്ഷമുള്ളത് ഇത്രയും കുറഞ്ഞ ഭൂരിപക്ഷത്തിലേക്ക് വന്നു. പിന്നെ എവിടെ നേട്ടം? 100 സീറ്റ് UDF ജയിച്ചപ്പോഴും ജയിച്ച സീറ്റാണ് ചേലക്കര. പിന്നെ എവിടെ നേട്ടമില്ല. മാത്രമല്ല വലിയ തകർച്ചയുണ്ട് അവർക്ക്. പക്ഷെ ആ തകർച്ച സ്ഥലങ്ങളിൽ BJPക്കാണ് ഗുണമുണ്ടാക്കുന്നത്. അതിന് ഉദാഹരണമാണ് വയനാട്. UDFന് അവിടെ ഒക്കെ ശക്തമായ മുന്നേറ്റം തന്നെയാണ്. UDF 100% മതേതര കാഴ്ചപ്പാടോടുകൂടി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സ്ട്രോങ് സ്റ്റാൻഡ് എടുത്ത് പോകുന്നതുകൊണ്ടാണ് ജനങ്ങൾ അംഗീകരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ഇത്തരത്തിൽ മുഖ്യമന്ത്രി അടക്കം CPM ആണെങ്കിലും ഇത്തരത്തിലൊരു കാർഡ് ഇറക്കുന്നതിന്റെ പിന്നിലുള്ള താല്പര്യം എന്താണെന്ന് പറയുന്നത്? അത് വളരെ പ്രകടമല്ലേ. അവരെ വിശ്വാസം അതുകൊണ്ട് ഗുണം കിട്ടും എന്നാണ് ഞാനതാ പറഞ്ഞത്. ആ വിശ്വാസം അവരെ രക്ഷിക്കൂല. അവർക്ക് നഷ്ടമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അറിയാതെ അവരെ വോട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഇപ്പോൾ മുനമ്പം വെച്ച് അവർ അത് നീട്ടിക്കൊണ്ടുപോയിട്ട് ചില പോളറൈസേഷൻ നടക്കുന്നത് അവർ കാണാതെ പോകുന്നുണ്ട്. അവസാനം അതിൻ്റെയൊക്കെ ഗുണം കിട്ടുക മറ്റു പലർക്കുമായിരിക്കും, ഇടതുപക്ഷത്തിനായിരിക്കൂല. അല്ല, സാമുദായിക സ്പർദ്ധ എവിടെ ഉണ്ടായാലും പിന്നെ ഗുണം BJPക്കായിരിക്കൂലേ. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ UP കണ്ടില്ലേ. UP കലാപം ഉണ്ടാക്കാൻ അവരെന്നെ ശ്രമിക്കല്ലേ. അന്ന് അവിടെ വെടിവെപ്പും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി. അതിലവർക്ക് അലോസരമില്ലല്ലോ. സ്പർദ്ധ വന്നാൽ ഗുണം അവർക്കാണ്.